എന്താണ് തദ്ധിതം? നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമങ്ങൾക്കാണ് തദ്ധിതം എന്ന് പറയുന്നത്. ഇനി നാമത്തിൽ നിന്നുണ്ടാകുന്ന തദ്ധിതം ഏതൊക്കെയാണെന്ന് നോക്കാം. ബുദ്ധി എന്ന നാമത്തിൽ നിന്നാണ് ബുദ്ധിമാൻ എന്ന തദ്ധിത രൂപമുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭീമൻ എന്ന നാമത്തിൽ നിന്ന് ഭൈമി ഉണ്ടാകുന്നു. മുനി എന്ന നാമത്തിൽ നിന്ന് മൗനം ഉണ്ടാകുന്നു. ഇവിടെ ബുദ്ധി എന്നുള്ളത് നാമമാണോ നാമവിശേഷണമാണോ എന്ന് തോന്നുന്നവരോട് പറയാണ്. അപ്പോൾ നമ്മൾ എന്താണ് നാമം എന്നുള്ളത് ചിന്തിക്കുക. ഒരു ദ്രവ്യത്തിൻ്റേതാകട്ടെ, ഒരു വസ്തുവിൻ്റേതാകട്ടെ, ഒരു ഗുണത്തിൻ്റേതാകട്ടെ, അതിൻ്റെ പേരിന് പറയുന്നതാണ് നാമം. അപ്പോൾ ബുദ്ധി എന്ന നാമം നാമവിശേഷണമായി മാറുന്നത് എപ്പോഴാണെന്നറിയോ? ബുദ്ധിയുള്ള കുട്ടി എന്ന് പ്രയോഗിക്കുമ്പോഴാണ് അത് നാമവിശേഷണമായി മാറുന്നത്. ഇനി വിശേഷണത്തിൽ നിന്നുണ്ടാകുന്ന തദ്ധിതം. പുതിയ എന്ന വിശേഷണത്തിൽ നിന്നാണ് പുതുമ എന്ന തദ്ധിത നാമം ഉണ്ടാകുന്നത്. വെളുത്ത എന്നുള്ളതിൽ നിന്ന് വെണ്മ, അഴകിയ, അഴക്. ഇനി ചില ചോദ്യങ്ങളിലൂടെ തദ്ധിത വിഭാഗത്തെ നമുക്ക് പരിചയപ്പെടാം. അവന് ഗുരുത്വമില്ല. അവനിൽ നിന്ന് ചൂടൻ പ്രതികരണമാണ് ഉണ്ടായത്. അവൾ കൊതിച്ചിയാണ്. ഞാൻ കണ്ടത് നിന്നെയാണ്. എൻ്റേത് മഞ്ഞ സാരിയാണ്. എല്ലാവർക്കും 3 മിഠായി വീതം കൊടുത്തു. മക്കളിൽ മൂന്നാമത്തവൻ ഡോക്ടർ ആണ്. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അവന് ഗുരുത്വമില്ല. ഇവിടെ തന്മാത്രാ തദ്ധിതത്തിൻ്റെ പ്രത്യയങ്ങൾ തന്നിട്ടുണ്ട്. തന്മാത്രാ തദ്ധിതം എന്ന് പറഞ്ഞാൽ അതുമാത്രം എന്നാണ് അർത്ഥം. അതിൻ്റെ പ്രത്യയങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? തം, തരം, തനം, ത്വം, മ. അവന് ഗുരുത്വമില്ല എന്ന ചോദ്യത്തിൽ ത്വം എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് തന്മാത്രാ തദ്ധിതത്തിൽ വരുന്നതാണെന്ന് എളുപ്പം മനസ്സിലാക്കിയെടുക്കാം. തരം മണ്ടത്തരം, തം മണ്ടത്തം, തനം വേണ്ടാതനം, പുതുമ വെണ്മ, മാ പ്രത്യയം. ഇനി തദ്ധിതം നോക്കാം. അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്നും വരുന്നത്, അവിടെ ഉണ്ടായത് എന്നീ അർത്ഥങ്ങൾ കാണിക്കുന്നതാണ് തദ്ധിതം. ഇതിൻ്റെ പ്രത്യയം എന്താണ്? അൻ, ഇ. മാത്രമല്ല ഈ എന്ന സ്ത്രീലിംഗ പ്രത്യയം താലവ്യാദേശം വന്ന് തി, ചി എന്നും കൂടി ആകും. അത് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകും. ഒന്നാമത്തെ ഉദാഹരണം, കൂനൻ. കൂനുള്ളവനാണ് കൂനൻ. മിടുക്കൻ. മിടുക്ക് ഉള്ളവനാണ് മിടുക്കൻ. തെക്കൻ. തെക്ക് നിന്ന് വരുന്നവനാണ് തെക്കൻ. അപ്പോൾ നരയുള്ളവനോ? നരയൻ. ഇനി കൊതിച്ചി, വടക്കത്തി എന്നീ ഉദാഹരണങ്ങൾ നോക്കാം. പ്രത്യയത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊതിച്ചി. ഈ എന്ന സ്ത്രീലിംഗ പ്രത്യയം എന്തായി മാറും? താലവ്യാദേശം വന്ന് തി, ചിയാവും. അതിൻ്റെ ഉദാഹരണമാണ് കൊതിയൻ, കൊതിച്ചി, വടക്കൻ, വടക്കത്തി. വ്യക്തമായില്ലേ? അടുത്തത് നാമനിർമ്മായി തദ്ധിതം. അപൂർണങ്ങളായ നാമത്തോടൊപ്പം അൻ, അൾ, തു എന്നീ ലിംഗപ്രത്യയങ്ങൾ ചേർത്ത് നാമനിർമ്മായി തദ്ധിതം ഉണ്ടാക്കുന്നു. ഉദാഹരണം, കണ്ട, കണ്ടവൻ, കണ്ടവൾ, കണ്ടത്. മാത്രമല്ല ആധാരികാവാസം, സംബന്ധിക വിഭക്തി എന്നിവയോട് ചില പ്രത്യയങ്ങൾ ചേർത്തും നാമനിർമ്മായി തദ്ധിതം ഉണ്ടാക്കാം. ഇൻ്റെ എന്ന സംബന്ധിക വിഭക്തിയിൽ നിന്ന് എൻ്റേവൻ, എൻ്റേവൾ, എൻ്റേത്. ആധാരികാഭാസം ഇന്നത്തെ, ഇന്നത്തേവൾ, ഇന്നത്തേത്, ഇന്നത്തേവൻ. ഇനി പൂരണി തദ്ധിതം. സംഖ്യാവാചികളായ നാമങ്ങളിൽ അതിനെ പൂരിപ്പിക്കുന്ന എന്ന അർത്ഥത്തിൽ ആം പ്രത്യയം ചേർക്കും. ഇതിനാണ് പൂരണി തദ്ധിതം എന്ന് പറയുന്നത്. കൂടാതെ ലിംഗപ്രത്യയമായ അൻ, അൾ എന്നിവയും കൂടി ചേർക്കും. ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഒന്നാം. ആം പ്രത്യയം വന്നില്ലേ? ഒന്നാമൻ. അൻ പ്രത്യയം വന്നില്ലേ? ഒന്നാമത്തേവൾ. അൾ പ്രത്യയം വന്നില്ലേ? സ്ത്രീലിംഗ രൂപത്തിന് ആം പ്രത്യയത്തിന് ശേഷം അത്ത് പ്ലസ് എ എന്ന പ്രത്യയങ്ങൾ ചേർത്തിട്ട് വേണം പ്രയോഗിക്കാൻ. അഞ്ചാമത്തേവൾ എന്നത് അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി സാർവനാമിക ദേശകാലാദി തദ്ധിതം. ദേശകാല അളവുകൾ കാണിക്കത്തക്ക വിധം ആ, ഇ, എ,
എന്ന സർവനാമങ്ങളോട് ങ്, ന്, ത്ര എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് തദ്ധിത രൂപങ്ങൾ ഉണ്ടാക്കാം. ദേശത്തെ സൂചിപ്പിക്കാൻ അങ്ങ്, ഇങ്ങ്, എങ്ങ്. കാലത്തെ സൂചിപ്പിക്കാൻ അന്ന്, ഇന്ന്, എന്ന്. അളവ് സൂചിപ്പിക്കാൻ അത്ര, ഇത്ര, എത്ര. കൂടാതെ മുമ്മൂന്ന്, നന്നാല് എന്നും ഉപയോഗിക്കും. ഈ തദ്ധിതം പൂരണി തദ്ധിതത്തിൻ്റെ ഒരു ഉപവിഭാഗമായിട്ട് വരുന്നതിനാൽ മിക്കവാറും ഓപ്ഷനിൽ പൂരണി തദ്ധിതം എന്നാണ് ഉണ്ടാകാറ്. തദ്ധിതം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ചോദ്യങ്ങളാകാം. കുപ്പായം പുതിയതാണ്. അവൻ തെക്കനാണ്. അവനിൽ നിന്ന് ചൂടൻ പ്രതികരണമാണ് ഉണ്ടായത്. ഇതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.